അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്നേക്കും ഉമ്മ നബിദിനത്തിന് കിട്ടിയ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നബിദിന പരിപാടി കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഓഡിറ്റോറിയമാണ്. ഇവിടെ ഒരു കല്യാണം നടക്കുകയാണ് കേട്ടോ. കുറച്ച് അപ്പുറത്ത് വേറൊരു ഓഡിറ്റോറിയം ഉണ്ട്. നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് യാസീൻ്റെ പാട്ടാണ് കേട്ടോ. ടോപ്പ് സിംഗറിലെ യാസീൻ എൻ്റെ നാട്ടുകാരനാണ്, അവൻ്റെ പാട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തേക്ക് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 30 രൂപേൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് 30 റുപ്യേൻ്റെ ഓട്ടോക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നടന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വന്നത്. രാത്രി ഇങ്ങനെ നടക്കാനും സുഖമല്ലേ. മറ്റേ ഓഡിറ്റോറിയം ആണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അടുത്താണ് കേട്ടോ. ഒരു 100 മീറ്റർ വ്യത്യാസമുള്ളൂ. അപ്പോൾ വന്നതിന് ശേഷം പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുടിക്കാൻ വേണ്ടി മറന്നതാണ് കേട്ടോ അമ്മ. പരിപാടിക്ക് രാവിലത്തെ പരിപാടിക്ക് എനിക്ക് നബിദിന പരിപാടിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വൈകിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നാട്ടുകാരെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാണ് കേട്ടോ. മാഷാഅല്ലാഹ് ഒരുപാട് ആൾക്കാരെ കാണുകയും ചെയ്തിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം. പിറ്റേന്ന് രാവിലെ അമ്മ പുട്ടും കട്ടനും കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. അതിന് ശേഷം പുളിയിഞ്ചി ഉണ്ടാക്കിക്കണം, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അത് ആതുട്ടിക്ക് എടുത്ത പുട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഓള് ബാക്കിയിട്ടപ്പോൾ അത് എന്നോട് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാനത് കഴിച്ചതാട്ടോ. അങ്ങനെ പിന്നെ കൊടക്കാട് എത്തിയിട്ട് എൻ്റെ പെരയ്ക്ക് തിരിച്ചു വരാൻ ആനമുളിക്ക്. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് കൊടക്കാടിന് ബസ് കയറിയിട്ട് 55 വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് 10 രൂപേൻ്റെ മിനിമം ചാർജ് തന്നെ ഉള്ളൂ കേട്ടോ അനിയത്തിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ട് പിന്നെ അങ്ങനെ ഞാൻ 55 പിന്നെ മണർക്കാടേക്ക് ബസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് മണർക്കാട് ഭാഗത്തേക്കാണെങ്കിൽ ബസ് ഉണ്ട് കേട്ടോ. പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് ഇല്ല. അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൊടക്കാട് വന്ന് ബസ് കയറിയത്. നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കൊടക്കാടേക്ക് 1 കിലോമീറ്റർ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതാ 55 ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അധികം നേരം നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പോഴേക്കും തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബസ്സിൽ എൻ്റെ ആങ്ങളി ഉണ്ടായിരുന്നു കേട്ടോ. സീറ്റൊന്നും ഇല്ലെങ്കിലും ബസ്സിൽ തിരക്കുണ്ടായിരുന്നില്ല, അതെൻ്റെ ഭാഗ്യം. രാവിലെ ആയതുകൊണ്ടേ, രാവിലെയൊക്കെ ബസ് യാത്ര പറഞ്ഞാൽ ഈ സ്കൂൾ ടൈമിൻ്റെ സമയമായതുകൊണ്ട് അപ്പോൾ ബസ്സിൽ വെച്ചിട്ട് എൻ്റെ ആങ്ങളിനെ കണ്ടുകൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അവനെ തൊട്ടതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ എന്നെ കണ്ടപ്പോൾ ഇതപ്പം എന്നെ കാണും കേട്ടോ. കാണുമ്പോൾ അതൊരു ചിരി. അപ്പം അങ്ങനെ ഓൻ്റെ ബസ്സിലാണ് കേട്ടോ ഞാൻ തിരിച്ചു വന്നത്. ഓനെ വീഡിയോ എടുത്തിട്ട് എനിക്കത് മതിയാവണില്ല കേട്ടോ. എൻ്റെ നേരെ താഴെയുള്ള എനിക്കൊരു അനിയത്തി കേട്ടോ. അതിൻ്റെ നേരെ താഴെയാണ് ഓന്. എന്നും ഞാൻ സ്റ്റാൻഡിലാണ് കേട്ടോ ഇറങ്ങൽ. ഇന്ന് എനിക്ക് ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നു. അത് കാരണം ഞാൻ ആസ്പത്രി പടിയാണ് കേട്ടോ വന്നിറങ്ങിയത്. അങ്ങനെയൊക്കെ ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ പിന്നെ ആനമുളിക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് KSRTCയിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ആനമുളിക്ക് അധികം KSRTC ആണ് കേട്ടോ എനിക്ക് കിട്ടൽ. ഇതിനധികം KSRTC ആണ് ഓടുന്നതും. അത്രയൊക്കെ തന്നെ